എന്റെ ലേസർ ബീം ഭയങ്കര ചെറുതായത് കൊണ്ട് ഒരുപാട് അഫക്റ്റ് ആയില്ല. പക്ഷെ ഭാഗ്യം കുറച്ചെങ്കിലും അഫക്റ്റ് ആയല്ലോ. വേഗം എന്തെങ്കിലും ചെയ്യ്. ആ കിളി പിന്നെ വന്നിട്ടുണ്ട്. എനിക്കാണെ ഒന്നും തൊഴിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു ഐഡിയ ഉണ്ട്. എല്ലാവരും തേനീച്ചയുടെ പുറത്തേക്ക് കയറ്. ഉപയോഗിച്ച് അപ്പൂപ്പനോട് സംസാരിക്കാൻ പറ്റില്ലേ? അപ്പൂപ്പനെ ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. മാത്രമല്ല അപ്പൂപ്പന്റെ ശബ്ദത്തിന് ഭയങ്കര സൗണ്ടാ. നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഈ തേനീച്ചയെ നമ്മുടെ വീട്ടിലേക്ക് പറത്താൻ പോവാ. എന്റെ ഭഗവാനെ, അങ്ങേക്ക് ഒരുപാട് നന്ദി. സേഫ് ലാൻഡിംഗ് ആയിരുന്നു. ഒന്നും പറ്റിയില്ലല്ലോ. ഈ ഹോട്ടലിലെ വെജ് വിസ വളരെ നല്ലതാണെന്ന് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ശരിക്കും നോക്ക്. ഇത് നോൺ വെജ് ആണ്. ഹലോ, അവർ കേൾക്കുന്നേ ഇല്ലല്ലോ. ഇനി എന്ത് ചെയ്യും? ഡ്രിൽ സ്യൂട്ട് ഓൺ. ഡ്രിൽ സ്യൂട്ട് ഓൺ. രക്ഷപ്പെട്ടേ. ഓക്കെ അളിയ, പിന്നെ കാണാം. താങ്ക് യു ഫോർ ദ പിസ്സ. ഓ നോ, ഇംലിയും ചോൾപ്പോളും ആ ബാഗിനകത്താണല്ലോ. വേറിവിടെ അടുത്ത ഇവിടെ ഉണ്ടെന്നാണല്ലോ തോന്നുന്നത്. വിങ് സ്യൂട്ട് ഓൺ. വിങ് സ്യൂട്ട് ഓൺ. വാക്യൂം ക്ലീനർ ഓൺ. വാക്യൂം ക്ലീനർ ഓൺ. എന്നെ ഒന്ന് സഹായിക്കൂ റോബോ ബോയ്. നിങ്ങളുടെയൊക്കെ റോബോ ബോയ് എവിടെ പോയി? വേഗം അവനെ വിളിക്ക്. അവനെന്താ പേടിച്ചൊളിച്ചോടി പോയോ? ഇംലി, ഞാൻ ഇപ്പൊ തന്നെ ടിംബക്ടുവിനെ ഇവിടുന്ന് ഓടിച്ചിട്ട് വരാം. ഓഹോ, ദേ ഒരു കഴുതയെ കണ്ടോ? ഹലോ, ഇവിടെ ചുമ്മാ പറക്കാൻ വന്നതാണോ? വേറെ വല്ല കാര്യമുണ്ടോ? ഞാൻ വെറുതെ ജോഗിങ്ങിന് വന്നതാ. എത്തിക്കഴിഞ്ഞു. അവൻ ആ ഗ്യാസ് മുഴുവനും ഇവിടെ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ് ബോസ്. അവൻ ആക്രമിക്കാം. ബോസ്, അത് പിന്നെ ബോസ്, അവൻ എന്നെക്കാളും വളരെ ശക്തിശാലിയാണ് ബോസ്.
ട്രീ റോബോട്ട് വെച്ച് അവനെ ആക്രമിക്കോ. ആക്രമിക്കടാ. ഓക്കേ എന്റെ റോബോട്ട് ട്രീയെ, വേഗം പണി തുടങ്ങിക്കോളൂ. ടിംബക്ടു മര്യാദയ്ക്ക് റോബോട്ടറെ എടുത്തോണ്ട് ഇവിടുന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്യാന്ന് നിനക്ക് അറിയില്ല. നീ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഈ റോബോട്ട് ട്രീക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിനക്കറിയില്ലല്ലോ വീർ. താങ്ക് യു ബോസ്, താങ്ക് യു. ടിംബക്ടു, നീ എന്താടാ ഈ ചെയ്തത്? എടാ മണ്ടച്ചാരെ, നീ ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ആണ് നശിപ്പിച്ചത്. നിന്നെ ഒന്നിനും കൊള്ളത്തില്ലല്ലോടാ. നീ ഒരു മണ്ടനാണ്, വിവരമില്ലാത്തവനാണ്, യൂസ്ലെസ് ആണ്. അപ്പൂപ്പ ദേ അങ്ങോട്ട് നോക്ക്, ദേ ട്രീ ഹൗസ് അവിടെയുണ്ട്. ബോസേ ബോസേ, എന്നെ കാണാൻ ഏതോ ഒരു അതിഥി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പൊ വരാമേ. എടാ അവിടെ സ്പേസിൽ നിന്നെ കാണാൻ ആര് വരാനാടാ? എടാ മര്യാദക്ക് ഇങ്ങോട്ട് വാടാ. എടാ മണ്ടച്ചാരെ പറയുന്നത് കേൾക്കടാ. സോറി ടിംബക്ടു, ചുൾബുളിന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ സോറി പറഞ്ഞത് കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ഇത്ര ദൂരത്തിൽ വന്നതല്ലേ, ഞങ്ങൾക്ക് കുടിക്കാൻ ചായയും കാപ്പിയൊന്നും തരൂല്ലേ? അതിനെന്താ, തീർച്ചയായിട്ടും തരാമല്ലോ. നിങ്ങൾ അങ്ങോട്ട് ഇരിക്കുന്നേ, ഞാൻ നല്ല അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കും. നീ ഒലക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിഥികൾ വന്നത് കണ്ടില്ലേ, അവരെ ഒന്ന് സഹായിക്കാനുള്ള പുറപ്പാടിലാണേ. ബോസേ ബോസേ, ഞാൻ എന്റെ ഈ കൈ കൊണ്ട് നല്ല സ്പെഷ്യൽ ചായ ഉണ്ടാക്കി ഇവരെ കുടിപ്പിക്കാൻ പോവാ. എടാ മന്ന ബുദ്ധിക്ക് കൈയും കാലും വെച്ചവനെ, നീ ഒരിക്കലും നന്നാവില്ലടാ. അവര് വീറിനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്, അല്ലാതെ നിന്റെ ചീഞ്ഞ ചായ കുടിക്കാൻ വേണ്ടി വന്നതല്ലടാ. അയ്യോ ബോസേ ബോസേ, അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചതേ ഇല്ല. ടിംബക്ടു, വീർ എവിടെയാണെന്ന് വേഗം പറഞ്ഞോളൂ, അല്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് തൂക്കിയെടുത്ത് താഴെ കളയും. ഞാൻ എന്റെ ബോസിനോട് ഒരിക്കലും നന്ദികേട് കാണിക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി, വീർ എവിടെയാണുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരില്ല. ആ കൊള്ളാം എന്റെ ധീരനായ പടയാളി, ഒരിക്കലും തോൽവി സമ്മതിക്കാത്തവരാണ് നീ. ചുൾബുൾ, ഈ ടിംബക്ടുവിന്റെ കാലുമടക്കി തുഴച്ച് പുറത്ത് സ്പേസിലേക്ക് കളഞ്ഞേക്ക്. വീറിനെ ഒരു മെറ്റൽ ക്യാപ്സൂളിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുക. ഇവിടുന്ന് നേരെ റൈറ്റ് പോണം, എന്നിട്ട് രണ്ടാമത്തെ മുറിയുടെ അപ്പുറത്തുള്ള ലെഫ്റ്റ് എടുക്കണം. എന്നിട്ട് അവിടുന്ന് നേരെ താഴേക്ക് ഇറങ്ങുമ്പോ ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് വീറുള്ളത്. താങ്ക് യു ടിംബക്ടു, നീ വളരെ ബുദ്ധിമാനാണ്. താങ്ക് യു താങ്ക് യു. ബോസേ ബോസേ, ഞാനൊരു ബുദ്ധിമാനാണെന്ന് ഡോക്ടർ പ്രേം സഹായി പറഞ്ഞാ പിന്നെ അത് സത്യമായിരിക്കുമല്ലോ. ആ ട്രീ റോബോട്ട് ഇപ്പോൾ എവിടെയാണ്? ഇനി ഞാൻ നിന്നെ വളരെ സമാധാനത്തോടെ കഴിക്കാൻ പോവാ. നിങ്ങളുടെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല. വളരെ ധൈര്യശാലിയാണ് വീർ. താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം. വീർ എല്ലാവരെയും രക്ഷിച്ചല്ലോ, പൊളിച്ചേ. വീർ, എനിക്കിപ്പോ പൂർണ്ണ വിശ്വാസമുണ്ട് നീ ആ വലിയ ചിലന്തിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുമെന്ന്. ഇന്ന് രാത്രി നമുക്ക് ഈ സന്തോഷം ആഘോഷിക്കാം. ചിലന്തി ഒരിക്കലും ഇങ്ങനെ വലയെറിഞ്ഞ് ഇരയെ പിടിക്കില്ല. അതെവിടെങ്കിലും വല വിരിച്ച ഇരയെ പിടിക്കുന്നെ. ഈ ചിലന്തി എന്താ ഇങ്ങനെ ചെയ്യുന്നേ? എന്തോ പ്രശ്നമുണ്ടല്ലോ. നീ പറയുന്നത് ശരിയാണ്, പക്ഷേ എന്തായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? വീർ, ജിണ്ടുവിനെ പറ്റി ഒരു വിവരവും ഇല്ല. എനിക്ക് തോന്നുന്നത് അവൻ തിരിച്ച് നാട്ടിലേക്ക് പോയെന്നാണ്. ജിണ്ടുവിന്റെ കാര്യം അറിയാവുന്നതല്ലേ. എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി അവൻ തിരിച്ചു പോയി കാണും. നീ വിഷമിക്കണ്ട, അവൻ വന്നോളും. ഇംലി, ബ്ലാക്ക് സ്പൈഡർ ഇവരെ തിന്നാൻ വേണ്ടിയല്ലേ ഇത് ചെയ്യുന്നേ. ഇവരെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാ. പക്ഷെ എന്തിനായിരിക്കും?
സേനാപതി വിചിത്രമായിട്ടാണല്ലോ പെരുമാറുന്നേ. വരൂ പോയി നോക്കാം ഈ പാർട്ടിയൊക്കെ കളഞ്ഞ അയാൾ എങ്ങോട്ടാ പോയതെന്ന്. ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് എന്റെ ഡോങ്കി സെൻസ് പറയുന്നു. എല്ലാവരും അലേർട്ടായിരിക്കെ. എന്നെ സഹായിക്ക. എന്തൊക്കെയുണ്ട് വിശേഷം വീർ? ഇനി നിന്നെ ഇവിടെ നിന്നും രക്ഷിക്കാൻ ആർക്കും ആവില്ലടാ.